ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ്, നമ്മളിന്ന് ഉമ്മാനെയൊക്കെ കൂട്ടി ഒരു സിനിമക്ക് പോവുകയാണ്. എന്താണ് ഉമ്മ അഭിപ്രായം? എന്തേ? സിനിമക്ക് തന്നെയാണ്. മമ്മൂട്ടിയുടെ കളങ്കാവല് സിനിമ ഇറങ്ങിക്കണേ. അതൊക്കെ കാണേണ്ട സിനിമേ ഇല്ല ഇല്ല നിങ്ങള് സിനിമക്കില്ല? ഉമ്മ സിനിമക്കില്ല എന്ന് പറഞ്ഞ്. അതെന്താ നിങ്ങള് സിനിമക്ക് വരാത്ത? സിനിമ ഒക്കെ കാണാം നമുക്ക്. ഒരു പോപ്കോണൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കുക സിനിമ കണ്ടിട്ട് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മള് കളങ്കാവലിന് പോവുകയാണ്. സിനിമക്ക് എന്ന് പറഞ്ഞപ്പോ ചാടി കേറിയതാണ്. എന്നിട്ട് വീഡിയോ ഓണാക്കിയപ്പോ പറയാൻ ഞാൻ ഇല്ലാന്ന്. അതെന്താ നിങ്ങള് സിനിമക്ക് ഇല്ലാത്ത കാരണം എന്താ? ഞാൻ പറഞ്ഞു സിനിമക്കാണെങ്കിൽ നിജാസിനോട് എന്റെ കുട്ടിയുടെ മേലെ സത്യം നിജാസ് എന്താ പറഞ്ഞേ? സത്യം പറഞ്ഞു. അലൈവിയിലാണോ സത്യം എന്ന് പറഞ്ഞേ? അലൈവിയില് അലാനയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അലേഹയാണ് സത്യം ചോദിച്ചപ്പോ പറഞ്ഞു അലേവിയിലാണോ സത്യം. അങ്ങനെ സത്യം പറഞ്ഞോ? അങ്ങനെ സത്യം പറഞ്ഞ സ്ഥിതിക്കുന്ന സിനിമക്ക് പോകണ്ട അല്ലേ? അപ്പൊ ഇന്ന് പെരിന്തൽമണ്ണ ഒരു കാർണിവൽ പോലത്തെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ചു. കുറെ നേരം പെരയിലിരിക്കുമ്പോ പീരാന്താവുകയാണ്. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ് ഗൈസ്. എന്തൊക്കെയോ പേടിപ്പിക്കുന്ന സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ വെറുതെ ഇറങ്ങി. ഇന്ന് ഏതായാലും ഒരു ദിക്കറുണ്ടായിരുന്നു, അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇന്ന് ഇനി പെരയിന്ന് വെക്കണ്ടല്ലോ, വരുമ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ കയറാമെന്ന് വിചാരിച്ച് ഒരു ഈവനിങ് വ്ളോഗ് ആക്കിയിട്ട് ഒരു വ്ളോഗ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം നമ്മുടെ ബാക്കിൽ ഓല് വരുന്നുണ്ട്. ഓല് ഫാമിലി ആയിട്ട് ഓലെ നമ്മളെ ബാക്കിലുള്ള ഓലെ അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയും പോകുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് കാണാം അല്ലേ? നമുക്ക് ആ പേടിപ്പിക്കുന്ന സാധനത്തിലൊക്കെ ഒന്ന് കയറ്റണം. യന്ത്രവിനാല് കയറ്റിട്ട് 4 കറക്കല. പണ്ടവും കുടലൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടണം. എന്തേ? അത് നല്ല രസാണ്. യന്ത്രവിനാലൊക്കെ തല ഇങ്ങനെ കുത്തി ഇങ്ങോട്ട് നിർത്തി കഴിയുമ്പോ അല്ലേ അതായത് നിങ്ങള് അത് ആ തലകുത്തിക്കലല്ല, എത്രയോ ഉയരത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഞാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിന്നതാ. എന്നെ വെല്ലുവിളിച്ചാലൊക്കെ ഞാൻ വെല്ലുവിളി സ്വീകരിക്കുന്ന ആളാ ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി സിനുവിനെ കയറ്റിയിട്ട് ഞാൻ കയറി. അതിൽ കയറിയ ആൾക്കാരൊക്കെ നിലയും പൊളിയും കരച്ചിലും പൊഴിച്ചിലായിരുന്നു. ഗുഹയെന്നല്ല, അതൊന്നല്ല. നമ്മള് പെരിന്തൽമണ്ണ പോയത് ഓർമ്മണ്ടോ? അങ്ങനെന്താ ഇങ്ങളൊക്കെ നേരെയും പൊളിയും കരച്ചിലുമായി. അവിടെ ഒരു കുഴപ്പമില്ലാതെ നിന്ന് ഞാൻ മാത്രമാണ്. എവിടെയാണെങ്കിലും അങ്ങനെ ഗൈസ്, നമ്മൾ കാർണിവൽ നടക്കുന്ന സ്ഥലത്തെത്തിയിട്ട് നമ്മൾ മാത്രമല്ല, കൂടെ നമ്മളെ നിജാസും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ എൻട്രിയിൽ തന്നെ നോക്കിയേക്ക് നല്ല ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയതും പിന്നെ ഒരു DJ സെറ്റപ്പും പിന്നെ ഒരു വാട്ടർഫാൾസൊക്കെ ഉണ്ട്. അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാവർക്കും ഇതുപോലെ പെറുക്കി തിന്നതെന്ന് പറഞ്ഞ മാതിരി എന്ത് കണ്ടാലും ഓരോ തിന്നലല്ലേ പണി. അതുപോലെ തന്നെ കാർണിവൽ സാധാരണ ഉണ്ടാകുന്ന പോലത്തെ കുറേ കളിപ്പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ സിനിമക്കാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ സിനിമക്ക് വരാൻ കൂട്ടാക്കിയായിരുന്നില്ല. നമ്മൾ സിനിമക്കും അല്ല പോയത്, നമ്മൾ നേരെ പോയത് ഇങ്ങോട്ടാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാം, പിന്നെ യന്ത്രൂനാലയിൽ അങ്ങനെയൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ അലയൊക്കെയാണെങ്കിൽ ചെരുപ്പ് എടുക്കാൻ മറന്നുപോയി. കാറിൽ തന്നെ ചെരുപ്പ് ഇട്ടു. അങ്ങനെ ഞാൻ എന്താക്കി, ഒരു പോപ്കോണൊക്കെ വാങ്ങി, അതെല്ലാം കഴിച്ചു. എനിക്ക് ഇങ്ങനത്തെ പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അലയാണെന്നുണ്ടെങ്കിലും അത് കണ്ടിട്ട് നടക്കുക തന്നെയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ അലേനെ അതേമാതിരി ചാടുന്ന ഒരു സ്പ്രിങ്ങിൻ്റെ സംഭവത്തിൽ ഇറക്കിയിട്ട് ഓൾക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഓളെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഓളേക്കാൾ കുറച്ച് പ്രായം കൂടുതലുള്ള വേറെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി കുറച്ച് തൂക്കമുള്ളത് കൊണ്ട് ആ കുട്ടി ചാടുന്നതിനനുസരിച്ച് നമ്മുടെ 2 കുട്ടികളും നമ്മുടെ ഒരു കുട്ടിയും വേറൊരാളുടെ കുട്ടിയും നിന്ന് ചാടുന്നുണ്ട്. എന്തായാലും കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരങ്ങൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയ നല്ല ഒരു സ്പോട്ട് തന്നെയായിരുന്നു. നമുക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ടിക്കറ്റിനുള്ള മുതലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെയും കുറേ സ്ഥലങ്ങൾ കാണുന്നതുകൊണ്ട് നമുക്കത് അത്ര ഒരു ഇത് തോന്നിയില്ല. എന്നാലും ഉള്ളിലൊക്കെ ഓരോ സാധനത്തിൽ കയറാൻ വേറെ ടിക്കറ്റ് കൊടുക്കണമായിരുന്നു കേട്ടോ. എന്തായാലും പിന്നെ നമ്മൾ കയറിയിട്ടുള്ളത് പ്രേതം, അതായത് ഗോസ്റ്റ് ഹൗസിലേക്കാണ്. ഇനിയുള്ള വിശദങ്ങൾ കണ്ടോളി. മുമ്പിലിറക്ക്, മുന്നിലിറക്ക്, ഞാൻ പേടിപ്പിക്കില്ലല്ലോ. ഇപ്പൊ ചാട് ഒരാളെ ഞാൻ അവിടെ പറ്റി ചാടുന്നത്
കളിപ്പാടുണ്ടാക്കി വെച്ചിട്ടേ ഇതിനുള്ളില് ബ്ലഡ് തല ഇതിന്റെ മുന്നില് നടക്ക് ഈ മുന്നില് നടക്ക് വാ 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 അതോ കബറ് കബറ് എടി കബറ് 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 ഈനെ കെട്ടിപ്പിടിച്ചിരുന്നോ കുഴപ്പമില്ല ഇതാണ്ടോ വേദപ്പ നീക്കൂ വേദപ്പ നീക്കൂ ഒരാളും ഫ്രണ്ടിലെ ഇനിയാണ് ഇങ്ങനെ ഡേഞ്ചർ ഒന്നുമില്ല മക്കളെ പേടിച്ച് തൂറി ആ രണ്ടാളി വെച്ച പ്രേതത്തിനേക്കാൾ വലിയ ഒച്ചപ്പരിക്ക് പേടിച്ച് തൂറി പ്രേതം വരെ നീച്ച് മണ്ടി ആ അലേറെ എത്ര പേടിയാ ചക്കരെ ചക്കരക്ക് എത്ര പേടിയാ എത്ര പേടിയാ നമ്മക്കൊക്കെ തരുന്നുണ്ട് സ്പീഡ് കൊണ്ട് ഇത് സ്പീഡ് പോരാ സ്പീഡ് കൊണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.